സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാർക്കുള്ള ഏറ്റവും വലിയ ടെൻഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും, ലഞ്ച് ബോക്സിലേക്ക് എന്ത് കൊടുത്തു വിടും എന്നുള്ളതല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൂരിയും ഗ്രീൻ പീസ് കറിയാണ്. അതാകുമ്പോൾ സ്കൂളിലേക്കും അത് തന്നെ കൊടുത്തു വിടാം. പൂരി പിന്നെ രണ്ടാക്കും നല്ല ഇഷ്ടമാണ്, നല്ലോണം കഴിച്ചോളും. കറിയുടെ ആവശ്യമൊന്നുമില്ല, ഉണ്ടാക്കുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ എത്ര ഉണ്ടാക്കി ഇവന്മാർക്ക് പിന്നെ എത്ര സ്കൂളിലേക്ക് വേണം, എത്ര ഇനി കഴിക്കും എന്നുള്ളത് ഒരു ഐഡിയ എനിക്ക് കിട്ടത്തില്ല. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ വിനീഷ് ചേട്ടന് ഇത് ഇഷ്ടമല്ല. അപ്പം മൂപ്പർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവിടെ പൂരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ തലേ ദിവസം അല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നാളെ വെജിറ്റബിൾ റോള് വേണമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റും കേബേജൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നാളെ കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കി തരാമെന്ന്. ഈ വെജിറ്റബിൾ റോളും പിന്നെ ഈ പൂരി, അതേപോലെ തന്നെ തിരുളട, അത് എല്ലാവരുടെയും എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. ഈ മൈദ വെച്ചിട്ട് അതിൻ്റെ അകത്ത് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഈ 3 ഐറ്റംസ് നല്ല രീതിക്ക് തന്നെ കഴിച്ചോളും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഇവന്മാർക്ക് ഞാൻ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു. ഈ ബാഗ് കണ്ടോ, ഏകദേശം ഒരു 10 കിലോനുണ്ടാവും. അത്രയും വെയിറ്റാണ് ഈ ബാഗിനുള്ളത്. വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞ് വേണ്ട ബുക്സൊന്നും എടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ ഇത് കണ്ടോ, ഇവനോട് തലേ ദിവസം രാത്രി ഇതൊക്കെ ചെയ്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. ഇതൊക്കെ ഞാൻ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും കേട്ടോ. എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്താൽ പിന്നെ അവർക്ക് എല്ലാ കാലവും അത് ശീലമായിപ്പം. അപ്പോൾ അതിനിടയിൽ ഞാൻ വേഗം പുട്ടുണ്ടാക്കി. പിന്നെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ പിന്നെ ഉച്ചത്തേക്കുള്ളതും കൂടെ നോക്കുന്നതാണ്. ഇവിടെ നല്ല ചൂടായത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, നമ്മൾ അത്രയും വേർത്ത് കുളിച്ച് പോകും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചക്കായും ചെറുപയറും ഇട്ടിട്ടുള്ള കറിയാണ്. നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? നമ്മളെ നാട്ടിൽ ഇത് ഫേമസ് ആണ് കേട്ടോ. പണ്ടൊക്കെ കല്യാണ വീടുകളൊക്കെ തലേ ദിവസം ഉച്ചയ്ക്ക് ഇത് തന്നെയായിരുന്നു കറി ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെനു എന്ന് പറയുന്നത് പച്ചക്കായും ചെറുപയറും കറി, ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു പയറ് തോരൻ, ചോറ്. പിന്നെ ഈ ചോറ് വെക്കുന്നത് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് അരിയിട്ട് വെള്ളം ഒഴിച്ച് ഈ ഒരു വാമിലായിരിക്കും നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അത് പിന്നെ കുക്കിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ആ ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ ഇടയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. ചോറ് വെന്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വാമിലേക്ക് പോയിക്കോളും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നവരെ വരെ അത് അത്രയും ചൂടിൽ തന്നെ നിന്നോളും. വീഗാർഡിൻ്റെ ഇലക്ട്രിക് റൈസ് കുക്കറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ചോറ് ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.